ോയിൽ ഏറെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ക്രിസ്മസിന്റെ 8ാം ദിനം ഛേദനാചാര ദിനമാണ് ഉണ്ണിയേശുവിന്റെ. അബ്രാഹത്തോടും സന്തതികളോടും പരിച്ഛേദന കർമ്മം നിർവഹിക്കണമെന്നും അങ്ങനെ ദൈവത്തിന്റെ ഒരു പ്രത്യേക ജനതയായി അവർ മാറുമെന്നും ദൈവം അനുസ്മരിപ്പിച്ചത് ഈ സംഭവത്തിലൂടെ ഈശോയും അനുസ്മരിക്കുന്നു. നിയമം പൂർത്തിയാക്കാൻ വന്ന യേശു നിയമത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഇത് നാം കാണുന്നു. ശിശുവിന്റെ പരിച്ഛേദനത്തിനുള്ള 8ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ദൂതൻ നിശ്ചയിച്ചിരുന്ന യേശുവെന്ന പേര് അവന് നൽകി. നമ്മെ സംബന്ധിച്ച് ഇന്ന് എന്താണ് ഈ പരിച്ഛേദനം? നമ്മുടെ ദുശീലങ്ങളെ വെട്ടി മാറ്റണ്ടേ? ദൈവത്തിന്റെ കൽപ്പനകൾ, തിരുവചനങ്ങൾ ജീവിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, 2026 നമ്മുടെ ദുശീലങ്ങളെ അകറ്റുന്ന, ദൈവത്തിന് സ്വീകാര്യമായ ഒരു ജീവിതം നയിക്കുന്ന പുണ്യവർഷമായി മാറട്ടെ. ഒരു പ്രതിജ്ഞ എടുത്തുകൂടെ? ഈ 2026 വചന പുസ്തകം, തിരുവചനങ്ങൾ മുഴുവൻ വായിക്കാനും ധ്യാനിക്കാനും, അങ്ങനെ ഒരു വെല്ലുവിളി തിന്മയ്ക്കെതിരെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, അനുഗ്രഹിക്കാൻ കൂടെ നടക്കുന്നുമുണ്ട്. ആ കരം എപ്പോഴും ഉയർന്നാണ് ഇരിക്കുന്നത്. ആ കരത്തിന് മുന്നിൽ ഏകമനസ്സോടെ നമുക്ക് കരങ്ങൾ കൂപ്പാം. ആമേൻ.